ദുരന്തർ 2ന്റെ വിജയത്തിന് ശേഷം ആക്ടർ മാധവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു മോട്ടിവേഷണൽ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടാണോ അല്ലേ? കൂടുതൽ പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും ലൈഫിൽ സക്സസ് ഉണ്ടാകാനും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട് അവോയ്ഡ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫാമിലി, അതായത് കുടുംബത്തിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കുക. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തേക്കുക. ഫോക്കസ് ഓൺ റിമൂവിങ് കംപ്ലൈനിങ്, പരാതി പറയാതിരിക്കാൻ ശ്രമിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. അതായത് ഒരു സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനെ കണ്ടിട്ടില്ലേ? മുന്നിലിരിക്കുന്ന ഇലയിൽ അത്ര നല്ലൊരു സദ്യ ഉണ്ടായിട്ടും പുള്ളി ഇവിടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ചിലർ അങ്ങനെയാണ്, എത്ര ഉണ്ടെങ്കിലും എന്നും പരാതി മാത്രമായിരിക്കും. അത് ഒഴിവാക്കുക. റിമൂവ് ലേസിനെസ്, അതിനിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഞാനൊക്കെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. മടി ഒഴിവാക്കാൻ ശ്രമിക്കുക. റിമൂവ് ക്ലട്ടർ, നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ താമസിക്കുന്ന ഒരു സ്പേസ്, ഒരു റൂം കണ്ടാൽ എങ്ങനെയായാലും മനസ്സിലാവും. നമ്മളൊരു ഡിപ്രഷനിലോ ടെൻഷനിലോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ റൂം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാറില്ല. നമ്മുടെ റൂം എപ്പോഴും നല്ലപോലെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒരു ഗുഡ് സ്മെൽ ഗുഡ് ലുക്കൊക്കെ വരുന്ന പോലെ വെച്ചാൽ അവിടുന്ന് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ഈ ഡിഷ് ഇന്ന് പ്രിപ്പയർ ചെയ്തത് ജിമ്മിലെ കുറച്ച് ടീമുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. കഴിച്ചിട്ട് അഭിപ്രായം പറയുമോ ചോദിച്ചപ്പം നിൻ്റെ ഈ പൊട്ട ചാനലിന് വേണ്ടി റിവ്യൂ പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു പോക്കാണ് പോയത്. പിന്നെ ഇതിൻ്റെ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. പണ്ട് മോഹൻലാൽ അങ്ങാണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തന്നത്. പക്ഷെ അതുപോലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, ചെയ്ത് വന്നപ്പോൾ ഇവർ ഈ പറഞ്ഞൊരു സംഭവമായിട്ട് എനിക്ക് മാച്ച് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഐഡിയയിൽ തന്നെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇത് എടുത്തുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരും തന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്ന ശേഷമാണ് ഇവരെല്ലാം വന്നപ്പോൾ നിങ്ങൾ കഴിച്ച ശേഷം ഒന്ന് അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചത്. അപ്പം തന്നെ എന്നെ അപമാനിച്ച് വിട്ടു ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.